ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ നോക്കാം. കുറച്ച് മാസങ്ങളായി നമ്മൾ ഈ ഒരു സത്സംഗത്തിൽ കൂടിയിട്ട് അവസാനം നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അജാമിളൻ്റെ ആ ഒരു ലീല നമ്മൾ തുടങ്ങിയായിരുന്നു. ആ ഒരു ചാപ്റ്റർ, ആറാമത്തെ സ്കന്ധം, ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ കുറച്ച് മാസങ്ങളായി, അപ്പോൾ അത് കണ്ടിന്യൂഷൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം നമ്മൾ 20-ാമത്തെ ശ്ലോകം വരെയാണ് നോക്കിയത്. അപ്പോൾ ആ ഒരു സ്റ്റോറി, ആജാമിളൻ്റെ സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുവരെ ഉള്ള ശ്ലോകങ്ങൾ നോക്കിയായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവും ശ്രീല സുഖദേവ് ഗോസ്വാമിയും തമ്മിലുള്ള ആ ഒരു ചർച്ചയിൽ 5-ാമത്തെ സ്കന്ധം അവസാനിപ്പിക്കുന്നത് വിവിധ തരത്തിലുള്ള നരകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുപാട് നരകങ്ങളുടെ വിസ്തരണം, ഒരുപാട് വിശദീകരണം അദ്ദേഹം കൊടുത്തിരുന്നു. പല തരത്തിലുള്ള നരകങ്ങളുണ്ടെന്നും പാപങ്ങൾ ചെയ്യുന്നതനുസരിച്ച്, പാപങ്ങളുടെ ഏത് പാപമാണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അതിനുവേണ്ടി ഓരോ വേറെ വേറെ നരകങ്ങൾ ഉണ്ട് എന്നൊക്കെ ശ്രീല സുഖദേവ് ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവ് വളരെയധികം വിഷമമായി. അദ്ദേഹത്തിന് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ല, മറ്റുള്ളവരുടെ അവസ്ഥ ആലോചിച്ച് അദ്ദേഹം
ശില ശുഗദേവ് ഗോസ്വാമിയോട് ചോദിച്ചു, ഈ ലോകത്തിലുള്ള ആളുകളെല്ലാം പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? ഇങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ ആളുകൾ ഈ നരകങ്ങളിലേക്കൊക്കെ പോവേണ്ടി വരുന്നു. അവരെ രക്ഷിക്കാൻ എന്താണ് മാർഗം? എന്താണ് അവരെ പാപങ്ങളിൽ നിന്ന് മുക്തരാക്കാനുള്ള മാർഗം എന്താണ്? ഇങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് ശില ശുഗദേവ് ഗോസ്വാമിയോട് ചോദിക്കുന്നു. എന്നിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് തന്നെ പറയുന്നു, ഒരുപാട് മാർഗങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, അതായത് വേദങ്ങളിൽ പറയുന്നുണ്ട്. പല പല രീതിയിലുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമെന്ന്. ഇതെല്ലാം പറഞ്ഞിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് തന്നെ പറയുന്നു, പക്ഷേ ഈ പ്രായശ്ചിത്തം കൊണ്ട് ഒന്നും കാര്യമില്ല. ഈ പ്രായശ്ചിത്തങ്ങളൊക്കെ ആന കുളിക്കുന്നത് പോലെയാണ്. ആന കുളിച്ചതിന് ശേഷം വളരെ ഭംഗിയായിട്ട് മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് കരയിലേക്ക് വരുമ്പോൾ മണ്ണ് വാരിയിടുന്നു. അതേപോലെയാണ് ഈ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നതൊക്കെ. പ്രായശ്ചിത്തം ചെയ്യുന്നു, പക്ഷേ ആ തെറ്റ് അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാനുള്ള പ്രവണത മനസ്സിൽ നിന്ന് പോകുന്നില്ല, ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെയുള്ള പ്രവണത പോകത്തോടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചത്. ശില ശുഗദേവ് ഗോസ്വാമി പറഞ്ഞു, ശരിയാണ്, ഇതെല്ലാം ശരി തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, അതായത് കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ വാക്കുകൾ അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം ശില ശുഗദേവ് ഗോസ്വാമി പറയുന്നു, ഞാനതിനുള്ള വഴി പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാനത് എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള മാർഗമുണ്ട്, സൊല്യൂഷനുണ്ട്. അപ്പോൾ സൊല്യൂഷൻ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശില ശുഗദേവ് ഗോസ്വാമി ആദ്യം കർമ്മയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചൊക്കെ പറയും. അതിനുശേഷം അദ്ദേഹം എവിടെയാണ് എത്തുന്നത്? അദ്ദേഹം എത്തുന്നു ഭക്തിയോഗത്തിലേക്ക്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഭക്തിയോഗത്തിലൂടെ മാത്രമാണ്, ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു എല്ലാവിധ പാപങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന്. നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രനാശനം പ്രണാമോ ദുഃഖ ശമനസ് തം നമാമി ഹരിം പരം. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം. അവിടെയും പറയുന്നത് എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രനാശനം. സർവപാപങ്ങളും നശിച്ചു പോകുന്നു നാമത്തിലൂടെ. ഭഗവാന്റെ തിരുനാമത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. ഭഗവാന്റെ തിരുനാമം പോലെ വേറെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം പോലെ ശക്തിയുള്ളതായിട്ടുള്ള വേറെ ഒരു മന്ത്രവുമില്ല. പാപങ്ങൾ നശിപ്പിക്കുമെന്നുള്ളത് മാത്രമല്ല, പാപങ്ങൾ നശിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. പക്ഷേ ഇതേ നാമം തന്നെ അപരാധങ്ങളില്ലാതെ, അപരാധങ്ങൾ ചെയ്യാതെ നമ്മൾ അതേ നാമം തന്നെ ജപിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കൃഷ്ണപ്രേമമാണ് നമുക്ക് കിട്ടുന്നത്. നാമസങ്കീർത്തനം ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളില്ലാതെ നാമം ചെയ്യുകയാണെങ്കിൽ, ചൈതന്യ ചരിതാമൃതത്തിൽ മഹാപ്രഭു പറയുന്നു, പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്, ഹരിനാമത്തിൻ്റെ ആ ഒരു ശക്തി, കൃഷ്ണപ്രേമമാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. സോ മറ്റുള്ള നാമങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്തിലാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉള്ളത്. അതുകൊണ്ടാണ് മഹാമന്ത്രം എന്ന് വിളിക്കുന്നത്. ഗായത്രി മന്ത്രങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വളരെ വളരെ വലിയ മന്ത്രങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ പലപ്പോഴും പലവരും ധരിക്കുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ മാത്രം നമുക്ക് കൃഷ്ണപ്രേമം കിട്ടില്ല, അല്ലെങ്കിൽ കൃഷ്ണപ്രേമം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനും കൂടുതൽ എന്തെങ്കിലും ചെയ്താലേ ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം പോരാ എന്നുള്ളത് ഒരു തോന്നലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തോന്നലിൻ്റെ ആവശ്യമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം മതി ശരിക്കും. പക്ഷേ പ്രൊവൈഡഡ് കണ്ടീഷൻ എന്താണ്? അപരാധങ്ങൾ കൂടാതെ ആത്മാർത്ഥപരമായിട്ട് ആ ശുദ്ധനാമം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ
കൃഷ്ണപ്രേമം നമുക്ക് കിട്ടിയിരിക്കും. അതിന് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് അത്രമാത്രം ശക്തിയാണുള്ളത്. മറ്റുള്ള മന്ത്രങ്ങളൊക്കെ തീർച്ചയായിട്ടും മറ്റുള്ള മന്ത്രങ്ങളും ഒക്കെ ശക്തിയുള്ള മന്ത്രങ്ങളൊക്കെയുണ്ട്. എന്നാൽ പലതിനും പല കണ്ടീഷൻസ് ഉണ്ട്. പല സമയങ്ങളിൽ മാത്രമേ ജപിക്കാൻ പാടുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് പല പല ക്വാളിഫിക്കേഷൻ വേണം. അതൊക്കെ ജപിക്കണമെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഏതൊരു അവസരത്തിലും ഏത് സമയത്തും നമുക്ക് ജപിക്കാം. അതാണ് നാം അകാരി ബഹുദ നിജ സർവശക്തിസ് തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാദൃശി തവ കൃപ ഭഗവൻ മമാപി ദുർദൈവം ഈദൃശം ഇഹ ജനിനാനുരാഗ. ഓ കൃഷ്ണ, അങ്ങയുടെ നാമം, അങ്ങേക്ക് വിവിധ നാമങ്ങളുണ്ട്. ഏത് സമയത്തും ഏത് സിറ്റുവേഷനിലും ഏത് സാഹചര്യത്തിലും ജപിക്കാൻ സാധിക്കും. അതിന് സ്ഥാനം അല്ലെങ്കിൽ സമയവും ഒന്നും വിഷയമല്ല. എപ്പോൾ വേണമെങ്കിലും ജപിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും ജപിക്കാൻ സാധിക്കും. ഇത്രയും ശക്തിയുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം അങ്ങ് സുലഭമായിട്ട് അങ്ങ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നു. പക്ഷേ അതിനോട് എനിക്ക് രുചിയില്ല എന്ന് മഹാപ്രഭു പറയുന്നു. മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തരുന്നു ശരിക്കും എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ശ്രീമൻ മഹാപ്രഭു പറയുന്നു അദ്ദേഹത്തിന് നാമത്തിന് രുചിയില്ല എന്ന്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ജപിക്കുന്നതൊക്കെ ജപിക്കുന്നു, അത് ഒരു വിധി പ്രകാരം അല്ലെങ്കിൽ വൈദി സാധന ഭക്തിയുടെ ഭാഗത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, ഗുരുവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ചിട്ടയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഇത്രമാത്രം പ്യൂരിറ്റി ഉണ്ട് ആ ജപത്തിന്. അതാണ് പ്യൂരിറ്റി. അതായത് പ്യൂരിറ്റി എന്ന് പറയുന്നത് അപരാധങ്ങൾ ഇല്ലാതെ അശുദ്ധനാമത്തിനെയാണ് പ്യൂർ അല്ലെങ്കിൽ ശുദ്ധനാമം എന്ന് പറയുന്നത്. ശുദ്ധനാമത്തിൻ്റെ അത്ര ശക്തി വേറെ ഒന്നിനുമില്ല. ആ ഒരു ശുദ്ധനാമം, അതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ വളരെ ഭംഗിയായിട്ട് തെറ്റുകൾ ചെയ്യാതെ അപരാധങ്ങൾ ചെയ്യാതെ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രം മതി നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം, പ്രയോജനം എന്താണ്? പ്രേമപൂ മർത്തോ മഹാൻ, കൃഷ്ണപ്രേമമാണ്, അത് നമുക്ക് ലഭിച്ചിരിക്കും. അത്രമാത്രം ശക്തിയുണ്ട്. ഇതെല്ലാം ശ്രീല സുഖദേവ് ഗോസ്വാമി പറയുന്നു അത്രമാത്രം ശക്തിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതൊക്കെ പറയുന്നത് ഓക്കെ, ഇത്രയും ശക്തിയുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്, എന്തിന് പറയണം? പരിഹാസത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കാതെ വേറെ ആരെങ്കിലും വിളിക്കുന്ന കൂട്ടത്തിൽ ഭഗവാന്റെ നാമം അതിൽ വന്നു എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹാസ്യപരിഹാസത്തോടു കൂടെയാണെങ്കിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഭഗവാനെ ഓർക്കാതെ അങ്ങയുടെ ഭഗവാന്റെ പേര് വിളിക്കുകയാണെങ്കിൽ പോലും അതിന് പോലും ശക്തിയുണ്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു അങ്ങനെയൊരു കഥ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പുരാണത്തിലൊരു സ്റ്റോറിയുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ശ്രീല സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് അജാമിളൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മളിത് പഠിക്കുന്നു? കഥ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. എത്രമാത്രം അതിൽ നിന്നുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതാണ് ചോദ്യം. ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ നമ്മൾ മിക്കവാറും പലവരും അല്ലെങ്കിൽ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. പല കഥകളും കേട്ടിട്ടുണ്ടാവും. ദശമസ്കന്ധത്തിലെ കഥകൾ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കഥകളും കേട്ടിട്ടുണ്ടാവും. പിന്നെ മറ്റുള്ള ഭാഗവതത്തിലെ കഥകൾ, ഇപ്പോൾ ഇതേപോലുള്ള കഥകളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടില്ല. ഒരു പ്രാവശ്യം കേട്ടാലോ 2 പ്രാവശ്യം കേട്ടാലോ കഥ അറിയാമെന്ന് പറഞ്ഞിട്ടോ അല്ല കാര്യം. കഥയിലല്ല കാര്യം. കഥ അറിയുമെന്നല്ല ഭഗവാൻ നോക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു, അത് ഈ ഒരു കഥ തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്, ശീല പ്രഭുപാദിയെ പോലുള്ള ആചാര്യന്മാർ മഹാത്മാക്കൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണ്, ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു എന്തൊക്കെയാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് എഴുതുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ച് അതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നാലാണ് ആ കഥ ശരിക്കും അറിയും എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്റ്റോറിയിലല്ല കാര്യം ഇരിക്കുന്നത്, ആ സ്റ്റോറിയുടെ പുറകിലുള്ള ലെസണിലാണ് കാര്യം ഇരിക്കുന്നത്.
ആ ലെസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാഠം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രയോഗിക്കുക. അപ്പോഴാണ് ശരിക്കും ആ കഥ കൊണ്ട് പ്രയോജനം. അതിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ പുറകിൽ ഒരു ലെസണുണ്ട്, ഒരു പാഠമുണ്ട്. ആ ലെസൺ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ലീലയുടെ രൂപത്തിൽ, കഥയുടെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു, പ്രസൻറ്റ് ചെയ്ത് തരുന്നു. എപ്പോഴും ഡ്രൈ ഫിലോസഫി ആണെങ്കിൽ ആളുകളുടെ തലയിലേക്ക് കയറില്ല. അപ്പോൾ ചില ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ സ്റ്റോറി ആയിട്ട് ഭഗവാൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സി, അതിന് ഒരുപാട് ഭഗവാന്റെ ഭക്തരും പാർഷദരും ഒക്കെ കൂടെ സഹായിച്ച് പല ലീലകളും നടക്കുന്നു. അങ്ങനെ ആ കഥയിലൂടെ അതിൻ്റെ പുറകിലുള്ള പോയിൻ്റ് എന്താണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ പഠിക്കുന്നു. അതാണ് കഥയുടെ ഉദ്ദേശം. അപ്പോൾ സ്റ്റോറി ലൈൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിചാരിക്കരുത് ഈ കഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഒന്നുമില്ല അതിൽ നിന്ന് പഠിക്കാനെന്ന്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമുക്ക് നോക്കാം. ഓക്കെ, ശ്ലോകം 21, സ്കന്ധം 6, ശ്രീമദ് ഭാഗവതം, 1-ാമത്തെ അധ്യായം, 6:1-21. കാന്യാ കുബ്ജേ ദ്വിജാ കശ്ചിത് ദാസി പതിർ അജാമിളഃ നാംനാ നഷ്ടാ സദാചാരോ ദാസ്യ സംസർഗദുഷ്ടിതഃ. കാന്യാ കുബ്ജേ ദ്വിജാ കശ്ചിത് ദാസി പതിരജാമിളഃ നാംനാ നഷ്ടാ സദാചാരോ ദാസ്യ സംസർഗദൂഷിതഃ. കാന്യാ കുബ്ജേ ദ്വിജാ കശ്ചിത് ദാസി പതിർ അജാമിളഃ നാംനാ നഷ്ടാ സദാചാരോ ദാസ്യ സംസർഗദൂഷിതഃ. വായിച്ചോളൂ. ഭാഗവതമുള്ളവർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. കന്യാകുബ്ജദ്വിജ കശ്ചിത് ദാസി പതിരജാമിളഃ നാംനാ നഷ്ട സദാചാരോ ദാസ്യ സംസർഗദൂഷിതഃ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ശ്ലോകം വായിക്കാൻ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. യെസ്. കാന്യകുബ്ജേ ദ്വിജ കശ്ചിത് ദാസി പതിരജാമിളഃ നാംനാ നഷ്ട സദാചാരോ ദാസ്യ സംസർഗഭൂഷിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കന്യാകുബ്ജേ ദ്വിജ കശ്ചിത് ദാസി പതിരജാമിളഃ നാംനാ നഷ്ട സദാചാരോ ദാസ്യ സംസർഗദൂഷിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ആരെങ്കിലും വായിക്കുന്നു? ഹരേ കൃഷ്ണ. കാന്യകുബ്ജേ ദ്വിജ കശ്ചിത് ദാസി പതിരജാമിളഃ നാംനാ നഷ്ട സദാചാരോ ദാസ്യ സംസർഗദൂഷിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാന്യാകുബ്ജേ ദ്വിജ കശ്ചിത് ദാസി പതിർ അജാമിളഃ നാംനാ നഷ്ട സദാചാരോ ദാസ്യ സംസർഗദൂഷിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്. ഓക്കെ, ആരെങ്കിലും മാതാജി തന്നെ അവസാനം വായിച്ച മാതാജി അതിൻ്റെ വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി, എൻ്റെ കയ്യിൽ ബുക്കില്ല മലയാളം. ഓക്കെ, നോ പ്രോബ്ലം. സോ മലയാളം പുസ്തകമുള്ളവർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി വായിച്ചോളൂ. വായിച്ചോ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. കാന്യകുബ്ജ നഗരത്തിൽ അജാമൾ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. വൃത്തിയായ ഒരു അഭിസാരികയെ വിവാഹം കഴിച്ച അവന്റെ എല്ലാ ബ്രാഹ്മണീയ യോഗ്യതകളും ആ അധമ സ്ത്രീയുമായുള്ള സഹവാസ നിമിത്തം നഷ്ടപ്പെട്ടു. ഭാവാർത്ഥം: ഒരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധം മുതലുള്ള കുഴപ്പം അതാണ്. ഒരുവന്റെ എല്ലാ ബ്രാഹ്മണീയ യോഗ്യതകളും നഷ്ടപ്പെടും. ഇന്ത്യയിൽ ഇന്നും ശൂദ്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭൃത്യവർഗമുണ്ട്. അവരുടെ വേലക്കാരികളായ ഭാര്യമാർ ശൂദ്രാണികൾ എന്ന് വിളിക്കപ്പെടുന്നു. സമൂഹത്തിൽ ഉന്നതമായ അന്തസ്സുള്ളവർക്ക് സ്ത്രീലംബടത്വം അരുതെങ്കിലും കർശനമായി വിലക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആളുകൾ കാമാർത്ഥി നിമിത്തം അത്തരം ഭൃത്യകളോടും
തൂപ്പുകാരികളോടും ബന്ധം സ്ഥാപിക്കുന്നു. യോഗ്യത തികഞ്ഞ ബ്രാഹ്മണ യുവാവായിരുന്ന അജാമലിന് ഒരു വേശ്യയോടുള്ള സഹവാസ നിമിത്തം അവന്റെ എല്ലാ ബ്രാഹ്മണീയ യോഗ്യതകളും നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ഭക്തിയോഗ പ്രക്രിയ ആരംഭിച്ചതിനാൽ അവൻ ആത്യന്തികമായി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ശുകദേവ ഗോസ്വാമി ഒരിക്കൽ ഭഗവാന്റെ പങ്കജപാദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന മനഃകൃഷ്ണ പദാരവിന്ദയോ വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ ഭക്തിയോഗ പ്രക്രിയ ആരംഭിക്കുന്ന വ്യക്തിയെപ്പറ്റി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ശ്രവണം കീർത്തനം വിഷ്ണുവിന്റെ നാമങ്ങൾ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഭക്തിയോഗ പ്രക്രിയയുടെ ആരംഭം. മഹാമന്ത്രത്തിൽ എന്ന പോലെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന ജപമാണ് ഭക്തിയോഗത്തിന്റെ ആരംഭം. അതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു വെളിപ്പെടുത്തുന്നു, ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലവു നാസ്തി ഏവ എതി ഗതിർ അന്യഥ. കലഹത്തിന്റെയും കാപട്യത്തിന്റെയും ഈ യുഗത്തിൽ മോചനത്തിനുള്ള ഏകമാർഗം ഭഗവാന്റെ ദിവ്യനാമജപമാണ്. മറ്റൊരു മാർഗവുമില്ല. ഭഗവാന്റെ ദിവ്യനാമ ജപപ്രക്രിയയിൽ എല്ലായ്പ്പോഴും ഏറ്റവും ഫലപ്രദമാണ്. ഈ കലിയുഗത്തിൽ അത് പ്രത്യേകിച്ചും ഫലപ്രദമാണ്. അതിന്റെ പ്രായോഗിക ഫലം നാരായണന്റെ നാമം ജപിച്ചതുകൊണ്ട് മാത്രം യമദൂതന്മാരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട അജാമിളന്റെ ചരിത്രത്തിലൂടെ ശുകദേവ് ഗോസ്വാമി ഇപ്പോൾ വിവരിക്കും. നരകത്തിൽ അല്ലെങ്കിൽ യമദൂതന്മാരുടെ കരങ്ങളിൽ അകപ്പെടാതെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നായിരുന്നു പരീക്ഷിത് മഹാരാജാവിന്റെ യഥാർത്ഥ ചോദ്യം. മറുപടിയിൽ ശുകദേവ ഗോസ്വാമി ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെ ജപത്തിലൂടെ ആരംഭിക്കുന്ന ഭക്തിയോഗത്തിന്റെ ശക്തി പരീക്ഷിത് മഹാരാജാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് ചരിത്രപരമായ ഈ ഉദാഹരണം ഉദ്ധരിക്കുന്നു. ഭക്തിയോഗത്തിന്റെ എല്ലാ പ്രാമാണികരും കൃഷ്ണന്റെ ദിവ്യനാമ ജപത്തോടെ ആരംഭിക്കുന്ന തന്നാമ ഗ്രഹണാദിഭി ഭക്തി പ്രക്രിയയാണ് ശുപാർശ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു ആ അജാമിളൻ്റെ കഥയുടെ ഒരു സാരാംശം അല്ലെങ്കിൽ ആ ഒരു കഥയുടെ കണ്ടൻസ് ആയിട്ട് പറയുന്നു. അജാമിളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വേശ്യ സ്ത്രീയുമായിട്ട് സമ്പർക്കത്തിൽ വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു? എല്ലാവിധ ബ്രാഹ്മണൻ്റേതായിട്ടുള്ള ക്വാളിറ്റികളെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. അതാണ് പറയുന്നത്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ അതിൻ്റെ വിശദീകരണം പറയുന്നു, എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ശില ശുകദേവ് ഗോസ്വാമി പറയുന്നുണ്ട്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇങ്ങനെ ഈ നമ്മുടെ അതായത് ആളുകളുടെ ഇടയിൽ ഇതുപോലുള്ള പല അവിഹിത ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഈവൻ ഉന്നത കുലത്തിലുള്ള വ്യക്തികൾ താഴെ കുലത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണെങ്കിലും ഇന്നത്തെ കാലത്ത് എല്ലാ ഭാഗത്തുനിന്നും പ്രശ്നങ്ങളാണ് ഉള്ളത്. പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തേക്കാളും അപകടമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ. കലിയുഗത്തിലെ അവസ്ഥ വളരെ മോശമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉള്ള സമയം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ലോകത്ത്. ഇതെല്ലാം തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തെറ്റായിട്ടുള്ള ഇതെല്ലാം ശരിക്കും നമുക്കറിയാം. യമനിയമങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന 4 യമനിയമങ്ങളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ആളുകൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്ന് പറയുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ അജാമിളിൻ്റെ കഥയിലൂടെ. ഇത് വേറെ യുഗത്തിൽ നടന്ന കാര്യമാണ്, ഇപ്പോൾ നടന്ന കാര്യമല്ല. പക്ഷെ എന്നിരുന്നാലും ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് എത്രയോ വലിയ പാഠമാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഭക്തിയോഗം. ശില പ്രഭുപാദി പറയുന്നു, കഴിഞ്ഞ ശ്ലോകത്തിലും ശില ശുകദേവ് ഗോസ്വാമി പറയുന്നത് തന്നെയാണ്, ഭക്തിയോഗത്തിലൂടെയാണ് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നത്. അജാമിളിനെ പോലെ നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹം വീണു. അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണൻ്റേതായിട്ടുള്ള ചിട്ടകളിൽ നിന്നൊക്കെ അദ്ദേഹം വഴിതെറ്റിപ്പോകുന്നു. വളരെയധികം മോശം രീതിയിൽ അദ്ദേഹം പോകുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ആ ഭക്തിയുത സേവനങ്ങളുടെ ശക്തി അദ്ദേഹത്തിന്
പിന്നീട് ഒരു അവസരം വരുമ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചു കിട്ടുന്നു. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ അജാമിളന് അദ്ദേഹത്തിൻ്റെ യമദൂതന്മാരിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭക്തിയോഗത്തിലൂടെയാണ് എല്ലാവിധ പാപങ്ങളും മാറിപ്പോകുന്നത് എന്നുള്ളത്. ശ്രീല ശുകദേവ് ഗോസ്വാമിയുടെ ചോദ്യവും അത് തന്നെയാണ്, പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യവും അത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഭക്തിയോഗയുടെ തുടക്കമാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഇതെല്ലാം അല്ലേ, ഇതെല്ലാം ഭക്തിയോഗമാണ്. അതിലെ ഹരേകൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമം ജപം എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭജനേര മധ്യശ്രേഷ്ഠ നവവിധ ഭക്തി കൃഷ്ണദീപ്തി കൃഷ്ണ താരേ മഹാശക്തി താരമധ്യേ സർവശ്രേഷ്ഠ നാമസങ്കീർത്തൻ നിരപരാധ നാമലോ പ്രായ പ്രേമധൻ. അപ്പം നവവിധ ഭക്തി പറയുന്നു. നവവിധ ഭക്തി ഏറ്റവും പ്രധാനപ്പെട്ട ഭജൻ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ വെച്ച് കീർത്തനം അല്ലെങ്കിൽ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുക അല്ലെങ്കിൽ കീർത്തനത്തിൽ ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരപരാധ നാമം ജപിക്കുകയാണെങ്കിൽ, നാമം അല്ലെങ്കിൽ നമ്മൾ കീർത്തനത്തിലൂടെ പാടുകയാണെങ്കിൽ, അപരാധമില്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധനാമം ചൊല്ലുകയാണെങ്കിൽ കൃഷ്ണപ്രേമം നമുക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഹരേകൃഷ്ണ മന്ത്രത്തിൻ്റെ ആ ഒരു ശക്തിയും ഇന്നത്തെ കാലത്ത് ഈ ഒരു കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സും ഇത് തന്നെയാണ്. ഇതല്ലാതെ വേറെ ഒന്നും വർക്കാവില്ല. കലിയുഗത്തിലെ അവസ്ഥ ഒരുപാട് മോശമായതുകൊണ്ട് നാമമല്ലാതെ വേറെ ഒന്നും വർക്കാവാത്തൊരവസ്ഥയാണ്. കാര്യം നാമമാണ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. അത് ശുദ്ധനാമത്തിലേക്ക് എത്തുവാൻ സമയമെടുക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ നാമത്തെ ആശ്രയിക്കുകയാണെങ്കിൽ, അപരാധത്തോടു കൂടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിനും ശക്തിയുണ്ട്. അതാണ് നാമാഭാസം, നാമാപരാധം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നാമാപരാധത്തോടു കൂടിയിട്ട് ജപിക്കുകയാണെങ്കിൽ പോലും അതിന് ശക്തിയുണ്ട്. അതാണ്, അത്രമാത്രം ശക്തിയാണ് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനുള്ളത്. കലിയുഗത്തിലെ നമ്മുടെ യുഗധർമ്മമായിട്ട് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് തന്നിരിക്കുന്നു ഹരേകൃഷ്ണ മഹാമന്ത്രം. ഹരേർനാമ 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 ഏവ കേവലം. ഹരേർനാമ കലൗ നാസ്തി ഏവ നാസ്തി ഏവ നാസ്തി ഏവ ഗതിരന്യത. കലിയുഗത്തിൽ വേറെ വഴിയില്ല, വേറെ വഴിയില്ല, വേറെ വഴിയില്ല. അപ്പോൾ ഹരേകൃഷ്ണ മഹാമന്ത്രത്തെ നമ്മൾ ആശ്രയിക്കുക. ഇതാണ് എല്ലാം. ഭഗവാന്റെ തിരുനാമം ആയിട്ടുള്ള ഭഗവാന്റെ മഹാകാരുണ്യം, ഹരേകൃഷ്ണ മഹാമന്ത്രം. ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് യോഗ്യതയില്ലാത്ത നമുക്കൊക്കെ തന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, ആ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടാനുള്ള വഴിയും കൂടെ ഉണ്ട് അതിൽ. സോ അത്രമാത്രം ശക്തിയാണ്. അതാണ് പറയുന്നത്, നാമത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണോ, ടോപ്പ് മോസ്റ്റ് ലക്ഷ്യം, ഈ ഒരു ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊരു നിവാരണം മാത്രമല്ല നമുക്ക് വേണ്ടത്, മുക്തിയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഭക്തിയുത സേവനം ഇവിടെ മാത്രമല്ല, അവിടെ പോയിട്ടും അല്ലേ, ഭഗവാന്റെ അടുത്ത് പോയിട്ടും ഭഗവാനെയും രാധാറാണിയും സേവിക്കുക എന്നുള്ളത്, അതിലേക്ക് എത്തുവാനുള്ള ശക്തി, അതിലേക്ക് എത്തിക്കുവാനുള്ള ശക്തി ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനുണ്ട്. എന്നാൽ അത് ജപിക്കുന്ന രീതിയും അത് എത്രമാത്രം നമ്മൾ നാമത്തെ ആശ്രയിക്കുന്നുണ്ടോ അതിനെ അനുസരിച്ചിരിക്കുന്നു മാത്രം റിസൾട്ട്. അപ്പോൾ നാമ അപരാധത്തോടു കൂടി ചെയ്യുന്നവർക്ക് പോലും അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ ശുദ്ധനാമം ജപിക്കുന്നവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ശുദ്ധനാമത്തിലേക്ക് നമ്മൾ ഉയരണം. നാമാപരാധത്തിൽ നമ്മൾ കറങ്ങി നിൽക്കുവാണെങ്കിൽ നമുക്ക് പല മെച്ചവും ഉണ്ടാവും, പതിയെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. കാര്യം അത് ശുദ്ധനാമമായിരിക്കണം. കാര്യം നാമാപരാധം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ 10 അപരാധങ്ങൾ വായിക്കുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപരാധമാണ്. സോ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട, നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും അതും വെറുതെ ആവുന്നില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്നാൽ നമ്മൾ ജപിക്കുന്നതൊക്കെ നാമാപരാധമാണെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ചെയ്തിട്ട് തീർച്ചയായിട്ടും കാര്യമുണ്ട്. കാര്യം ഇങ്ങനെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. എങ്ങനെയാണോ ഒരു ചെറിയ കുട്ടി KGയിൽ ചേർന്ന്
1-ാം ക്ലാസ്സിൽ പോയി, 2-ൽ പോയി, 3-ൽ പോയി, 4-ൽ പോയി, അങ്ങനെ 10-ാം ക്ലാസ്സിലെത്തുന്നത്, 12-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്, കോളേജിലേക്ക് പോകുന്നത് അതുപോലെയാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ ചേർന്നിട്ടേ ഉള്ളൂ. നമ്മൾ പഠിച്ച് പതിയെ പതിയെ മുന്നോട്ട് പോകും. പക്ഷേ മുന്നോട്ട് പോകാൻ വേണ്ടി അപരാധങ്ങൾ, വൈഷ്ണവ അപരാധങ്ങളും അതേപോലുള്ള മഹാ അപരാധങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും തോറ്റ് അവിടെ തന്നെ ഇരിക്കും. പരീക്ഷ എഴുതി പാസ്സാവാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വൈഷ്ണവ അപരാധങ്ങൾ നമ്മൾ മാറ്റിവെക്കണം തീർച്ചയായിട്ടും. വൈഷ്ണവ അപരാധമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പാതയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ പാതയിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്നൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ 3-ാം ക്ലാസ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ 4-ഉം 5-ഉം 6-ാം ക്ലാസ്സിൽ പോകും. ഈ ഒരു നമ്മൾ സാധാരണ സ്കൂൾ പോലെയല്ല. ചിലപ്പോൾ 6-ാം ക്ലാസ്സിലെത്തി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്താൽ നേരെ തിരിച്ച് 2-ാം ക്ലാസ്സിലേക്ക് വരും വീണ്ടും. ഇവിടെ നമ്മൾ സ്കൂളിൽ അങ്ങനെ എന്തായാലും ഇല്ല. 6-ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ 6-ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയുള്ളൂ അല്ലേ, മുന്നോട്ട് പോയില്ല എന്ന് മാത്രം. പക്ഷേ പുറകോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ ചിലപ്പോൾ പുറകോട്ട് പോകേണ്ടി വരും. അങ്ങനെ റിസ്ക് ഉണ്ട്. എന്തുകൊണ്ട്? അപരാധങ്ങൾ ചെയ്യുകയാണെങ്കിൽ. പുറകോട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ പുറകോട്ട് പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേഗത കുറയുന്നു, നമ്മുടെ സ്പീഡ് കുറയുന്നു, അത്രമാത്രം. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 22. ബന്ദി അക്ഷേ കൈതവൈശ്ചൗര്യൈർഗർഹിതാം വൃത്തിം ആസിതാഃ ബിഭ്രത് കുതുംബം അശുചിർ യാതായാം ആസദേഹിനഃ. ആരെങ്കിലും വായിക്കുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വന്ദ്യക്ഷകൈതവൈശ്ചൗരൈഃ ഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബമശുചീഃ യാതയാമാസ ദേഹിനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബന്ധ്യക്ഷൈ കൈതവൈശ്ചൗരൈർഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബമശുചിർ യാതയാമാസ ദേഹിനഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. വന്ദ്യക്ഷകൈതവൈശ്ചൗര്യൈർഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബമശുചിർ യാതയാമാസ ദേഹിനഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, പുസ്തകമുള്ളവർ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബന്ധ്യക്ഷൈ കൈതവൈശ്ചൗര്യർ ഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബമശുചിർ യാതയാമാസ ദേഹിനഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബന്ധിക്ഷൈകൈതവൈശ്ചൗര്യൈർഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബം അശുചിർ യാതയാമാസ ദേഹിനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ബന്ധ്യക്ഷൈകൈതവൈശ്ചൗര്യൈർ ഗർഹിതാം വൃത്തി ആശ്രിതഃ ബിഭ്രത് കുടുംബം അശുചിർ യാതയാം ആശദേഹിനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വായിക്കൂ. കീർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പതിതനായ ഈ ബ്രാഹ്മണൻ അജാമിളൻ മറ്റുള്ളവരെ തടഞ്ഞുവെച്ചും ചൂതുകളിയിൽ ചതിച്ചും പിടിച്ചു പറിച്ചും അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഭാര്യയെയും സന്താനങ്ങളെയും പോറ്റാനും സ്വന്തം ജീവിത വൃത്തിക്കും അവൻ മാർഗം കണ്ടെത്തിയിരുന്നത് അപ്രകാരമായിരുന്നു. ഭാവാർത്ഥം. ഒരു അഭിസാരികയുമായി അവിഹിത ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരുവൻ എത്ര തരം താഴ്ന്നുവെന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. പതിവ്രതകളും കുലീനകളുമായ സ്ത്രീകളുമായി അവിഹിത ലൈംഗിക ബന്ധം സ്ഥാപിക്കുക സാധ്യമല്ല. പാതിവ്രത്യമില്ലാത്ത ശൂദ്ര സ്ത്രീകളോട് മാത്രമേ അതിന് കഴിയൂ. വ്യഭിചാരത്തിനും അവിഹിത ബന്ധത്തിനും സമൂഹം കൂടുതൽ അനുമതി നൽകും തോറും
വഞ്ചകർക്കും മോഷ്ടാക്കൾക്കും പിടിച്ചു പറിക്കാർക്കും മദ്യപാനികൾക്കും ചൂതാട്ടക്കാർക്കും കൂടുതൽ പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ കൃഷ്ണാവബോധ സമിതിയിലെ എല്ലാ ശിഷ്യന്മാരോടും അർപ്പളവാക്കുന്ന ജീവിതത്തിന്റെ ആരംഭത്തിനും തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി മാംസഭക്ഷണം, ചൂതാട്ടം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നിവയുടെ വരവിനും വഴിയൊരുക്കുന്ന അവിഹിത ലൈംഗിക ബന്ധം ഒഴിവാക്കാൻ ആദ്യം തന്നെ ഉപദേശിക്കുന്നു. തീർച്ചയായും നിയന്ത്രണം പ്രയാസമേറിയ കാര്യമാണ്. പക്ഷെ കൃഷ്ണബോധമുള്ള ഒരു വ്യക്തി ക്രമേണ ഈ ജുഗുപ്സാവഹമായ ശീലങ്ങളോടെല്ലാം അരുചി ഉള്ളവനാകുന്നുവെന്നതിൽ കൃഷ്ണന് പൂർണ്ണമായും സ്വയം സമർപ്പിക്കുന്ന ഒരുവന് നിയന്ത്രണം സാധ്യമാകും. സമൂഹത്തിൽ അവിഹിത ലൈംഗിക ബന്ധം വർദ്ധിക്കാൻ അനുവാദം നൽകുന്ന പക്ഷം മുഴുവൻ സമൂഹവും കള്ളന്മാരെയും തെമാടികളെയും വഞ്ചകരെയും കൊണ്ട് നിറഞ്ഞ് ശിക്ഷിക്കപ്പെടും. ഹരികൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ സ്റ്റോറി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ബ്രാഹ്മണിക്കൽ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് യൗവനാവസ്ഥയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം അച്ഛൻ പറയുന്നതനുസരിച്ച് പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങളും മറ്റുള്ള സാമഗ്രികളും കാട്ടിൽ പോയി എന്നും ശേഖരിച്ചു കൊണ്ടുവരും. ഇത് സ്ഥിരമായിട്ട് അദ്ദേഹം ചെയ്യുമായിരുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാം ചെയ്യുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു ദിവസം ഇതേപോലെ അച്ഛൻ പറയുന്നതനുസരിച്ച് അദ്ദേഹം പൂജാ സാമഗ്രികൾക്ക് വേണ്ടി കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചയിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മാറിപ്പോകുന്നത്. അദ്ദേഹം കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു ശൂദ്ര സ്ത്രീയും ഒരു വേശ്യ സ്ത്രീയും ഒരു ശൂദ്രൻ താഴ്ന്ന കുലത്തിലുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ കാണുന്നു. അപ്പോൾ അത് കാണുമ്പോൾ അജാമിളൻ മരങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വീണ്ടും കാണുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേതനയെ, അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം അത്രയും കാലങ്ങൾ ചെയ്തിട്ടുള്ള ആ ബ്രാഹ്മണിക്കൽ കാര്യങ്ങളൊക്കെ അതെല്ലാം ആ സമയത്ത് പെട്ടെന്ന് അജാമിളനെ ഓർമ്മിപ്പിച്ചു. ഓഹോ, ഇത് ചെയ്യരുത്, നോക്കരുത്, തെറ്റാണെന്ന് ഓർമ്മിപ്പിച്ചു. പരമാത്മാവ് ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം ചെയ്തിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഇനി നോക്കരുത്, അല്ലെങ്കിൽ വഴി തെറ്റായിട്ടുള്ള വഴിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബ്രഹ്മചര്യം നശിപ്പിക്കും. ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് ബ്രഹ്മചര്യം ഫോളോ ചെയ്തു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യം അദ്ദേഹം അങ്ങനെ ഒരു കുടുംബത്തിൽ നമുക്കറിയാം ആദ്യത്തെ 25 വർഷം എങ്ങനെയാണ് ബ്രഹ്മചര്യമായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അതിനുശേഷം ചിലവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹം ബ്രഹ്മചര്യം ഫോളോ ചെയ്യുന്ന സമയമാണ്. വളരെ ബ്രഹ്മചര്യം ഫോളോ ചെയ്യുക എന്ന് പറയുന്ന കാര്യം എളുപ്പമല്ല. അപ്പോൾ ആ ഒരു സമയം വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നു, ഇത് ശരിയല്ല, ഞാൻ വഴിതെറ്റി പോകും എന്നുള്ളത്. പക്ഷേ അദ്ദേഹം അവിടെ നോക്കാതെ ഇരുന്ന് പക്ഷേ ആ കണ്ട കാഴ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് പതിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് പതിഞ്ഞുപോയി. വീണ്ടും അല്ലെങ്കിൽ അത് ഓർക്കാതിരിക്കാൻ അദ്ദേഹം കുറേ ശ്രമിച്ചു. ഭഗവാന്റെ നാമവും ജപിച്ചു നോക്കി. പല രീതിയിലും അദ്ദേഹം ആ ഒരു കണ്ട കാഴ്ചയെ മറക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ മനസ്സ് അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും ആ ഒരു കാഴ്ച കാണണം എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. പിന്നെ അദ്ദേഹം ആ കാഴ്ചകൾ കാണുന്നു. അതിനുശേഷം അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാവിധ ആ ബ്രഹ്മചാരിയുടേതായിട്ടുള്ള ആ ഒരു ക്വാളിറ്റികളെല്ലാം നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്. പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ആ സ്ത്രീയെ അദ്ദേഹം പോയി പരിചയപ്പെടുന്നു, ആ സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിൻ്റെ
വളരെ അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ബ്രഹ്മചാരി എന്ന് പറയും ബ്രഹ്മചാരി എന്ന് ഞാൻ പറഞ്ഞത് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതല്ല. വിവാഹം കഴിച്ച ഒരു വ്യക്തിയും ശരിക്കും ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസൊക്കെ ഫോളോ ചെയ്യുന്നൊരു ആളാണെങ്കിൽ അവരെയും ബ്രഹ്മചാരി എന്ന് വിളിക്കും. അതായത് ഉദാഹരണത്തിന് ഗൃഹസ്ഥ ബ്രഹ്മചാരി എന്ന് പറയും. ആശ്രമം മാറുന്നു മാത്രം, പക്ഷേ ബ്രഹ്മചര്യം അവിടെയും ഫോളോ ചെയ്യുന്നുണ്ടാവും. അതായത് ബ്രഹ്മചര്യ ഗൃഹസ്ഥ ആശ്രമത്തിൽ വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള ബ്രഹ്മചര്യം. അതിനുള്ള എക്സാമ്പിൾ എന്താണ്? അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും ഭക്തിയുത സേവനങ്ങളും മറ്റുള്ളതെല്ലാം ഗൃഹസ്ഥരും ബ്രഹ്മചാരിമാരും ഒരേപോലെ ചെയ്യുന്നു. ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, ഭാര്യ ഉണ്ടാവുന്നു എന്നുള്ളത്. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധത്തിൽ കുട്ടികളുണ്ടാവുന്നു. ഇതാണ് ഒരു വ്യത്യാസമുള്ള കാര്യം. മറ്റുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അവർ മംഗളാരതിക്ക് പോകുന്നു, നമ്മൾ മംഗളാരതിക്ക് പോകുന്നു. അവർ നാമം ജപിക്കുന്നുണ്ട്, നമ്മളും ജപിക്കുന്നു. അവർ ഭക്തി സേവനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ട്രൈ ചെയ്യുന്നു. ഇത് അങ്ങനെ. അപ്പോൾ അങ്ങ് നോക്കുമ്പോൾ വ്യത്യാസം വരുന്നത് മെയിൻലി ഇതാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളോട്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് ഗൃഹസ്ഥ ആശ്രമത്തിലിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ സമ്പർക്കം കൂടുതലാണ്. മറ്റുള്ളവർക്ക് ബ്രഹ്മചര്യ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയാണ്. അവനവൻ എന്താ പറയുക, അവർക്ക് കൂടുതൽ സമയം ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അവർക്ക് കുറവാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നു? പല റിലേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ആവശ്യമായിട്ട് വരുന്നു. സാമ്പത്തിക സ്ഥിതി, പൈസ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ പലതിനോടും അറ്റാച്ച്മെൻറ്റ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും പറയുന്നത് എന്താണ് ശാസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ, ഗൃഹസ്ഥ പ്രോപ്പറായിട്ട് ബ്രഹ്മചര്യം ഫോളോ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ, ആ സമയത്ത് കറക്റ്റായിട്ടുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ, ആ വ്യക്തി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ജീവിതം ഇനി എത്ര 25 വർഷം 30 വർഷം എത്ര ആണെങ്കിൽ ആ വർഷങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അതായത് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി അവർക്ക് ബ്രഹ്മചാരി ആയിരുന്ന സമയത്തേ കിട്ടിയിട്ടുണ്ട്. ഗൃഹസ്ഥനായിട്ട് പ്രവേശിച്ചാലും അവർ വഴിതെറ്റി പോകുന്നില്ല. അതുമാത്രമല്ല, ആവശ്യമില്ലാതെ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടുന്നില്ല. അതാണ്. അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരുമുണ്ട്. അതാണ് പ്രോപ്പറായിട്ടുള്ള ബ്രഹ്മചര്യാശ്രമം. അതാണ് പ്രോപ്പറായിട്ടുള്ള ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് അതിനെയാണ്. അവിടെ കുറച്ച് നിയമങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഫ്രീഡം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നത് നല്ല ഒരു ഭക്തി അല്ലെങ്കിൽ നല്ലൊരു ശുദ്ധ ആത്മാവിനെ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ഒരു പ്രസക്തിയും വരുന്നില്ല. ഇതെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ ഗൃഹസ്ഥ ബ്രഹ്മചാരി എന്ന് വിളിക്കുന്നു. ഇവിടെ അജാമിളൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അജാമിളൻ വളരെ പ്രോപ്പറായിട്ട് കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ അച്ഛനിൽ നിന്നെല്ലാം പഠിച്ചു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വിവാഹം കഴിച്ചതിന് ശേഷവും അദ്ദേഹം അതെല്ലാം ഫോളോ ചെയ്തിരുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു? അവിടെയും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ നിശ്ചയം എന്ന് പറയുന്ന പോലെ ഇവിടെ അജാമിളന് അദ്ദേഹം താഴെ വീഴുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാക്ടീസസിൽ നിന്ന് അദ്ദേഹം താഴെ വീഴുന്നു. മനസ്സ് അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നു. മനസ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ടാവും അതിൻ്റെ പുറകിൽ. പക്ഷേ നമ്മൾ അതിൻ്റെ പുറകിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അജാമിളൻ അങ്ങനെയായിരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും മനസ്സ് ഇത് ഭഗവാന്റെ നിയോഗപ്രകാരം അദ്ദേഹം ഒരു ലീലയിൽ പങ്കെടുക്കുന്നു. നാമത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ലോകം മുഴുവനും അറിയിക്കാൻ വേണ്ടി ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കഥയുടെ ഒരു ഭാഗമായി മാറുന്നു അജാമിളൻ. അജാമിളനെ അറിയാത്തവർ ഉണ്ടാവില്ല. ഭാഗവതം കേട്ടിട്ടുള്ളവർ അജാമിളൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ ഒരുപക്ഷെ ചിത്രീകരണം ആളുകൾ വിചാരിക്കുന്നുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷേ
അദ്ദേഹം ആ ലീലയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കഥയിലൂടെ ഒരുപാട് വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത് എല്ലാവരെയും. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠം എന്താണ് ഇതിൽ നിന്ന് എന്ന് വെച്ചാൽ, ഇതേപോലെ പല പല ടെംപ്റ്റേഷൻസും നമ്മുടെ ജീവിതത്തിൽ വരാം. പല ടെംപ്റ്റേഷൻസും വരാം. പക്ഷേ നമ്മൾ അതിനെ വേണ്ട സമയത്ത് അതിനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വീഴ്ച സംഭവിക്കുന്നു. ഈ ഒരു കഥയിൽ നിന്ന് പഠിക്കുന്ന കാര്യം അതാണ്. അജാമിളൻ അദ്ദേഹം കണ്ടു, ഈ കാഴ്ച കണ്ടു, അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ നിന്ന് പോവാമായിരുന്നു. പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ സുപ്പീരിയർ ആരാണോ, അച്ഛനാണോ അല്ലെങ്കിൽ വേറെ ഗുരുവാണോ, അവരോട് പറയാമായിരുന്നു. നമ്മൾ പറയുന്ന അജാമിളിന് ചെയ്യാമായിരുന്നു എന്നല്ല, നമ്മൾ നമ്മുടെ ഒരു അവസ്ഥയെ ആലോചിച്ചു നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ പ്രസക്തിയില്ല. നമ്മൾ ഇതിൻ്റെ ഈ ഒരു കഥയുടെ എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിച്ച് എന്താണ് നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിതേപോലെ ഒരു ജീവിതത്തിൽ സാഹചര്യം വരുമ്പോൾ ഇത് ഇങ്ങനെയൊരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. ഇന്ദ്രിയ സുഖഭോഗങ്ങളുമായിട്ട് സംബന്ധിച്ച എന്ത് കാര്യമാണെങ്കിലും അതൊരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല നമ്മളെ വഴിതെറ്റിക്കുന്നത്, എന്തുമാവാം. കാര്യം ഈ ലോകത്തിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്, നമുക്ക് ഭൗതികമായിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ട്. അതിൽ ഏതും നമ്മളെ വഴിതെറ്റിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ഇദ്ദേഹത്തിന് സംഭവിച്ച പോലെ ഇദ്ദേഹം ആദ്യം കണ്ടു, പിന്നെ അദ്ദേഹം കണ്ണെടുത്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹം വന്നു. എന്ത് സംഭവിച്ചു? ധ്യായതോ വിഷയാ പുംസ, അല്ലേ? സംഘാസ്തേഷുപജായതേ സംഘാ സഞ്ജയതേ കാമ. അപ്പം അദ്ദേഹം കണ്ട കാഴ്ചയെ അദ്ദേഹം കൂടുതൽ കോൺടെംപ്ലേറ്റ് ചെയ്ത് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതൊരു ആഗ്രഹമായി മാറുന്നു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം വീഴുന്നത്. ഇതേപോലെ നമുക്കും പല അട്രാക്ഷൻസും ഉണ്ടാവും, പലതും നമ്മളെ വഴിയിൽ നിന്ന് തെറ്റിക്കുന്നുണ്ടാവും. നമുക്ക് ഇൻഡിക്കേഷൻ ഭഗവാൻ തരും, അജാമിളന് കൊടുത്ത പോലെ ഇൻഡിക്കേഷൻ നമുക്ക് തരും. ഓഹോ, നോ നോ നോ, ചെയ്യരുത്, ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് നമ്മളെ ഭഗവാനിൽ നിന്ന് ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും എന്ന കാര്യമാണ്, അതുകൊണ്ട് ചെയ്യരുത് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ചൈത്യഗുരു നമുക്ക് തരും പലപ്പോഴും. അപ്പോൾ ആ സമയത്ത് നമ്മളത് കേൾക്കുക, കേട്ട് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തിയില്ല. നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഒരുപാട് വീക്കായിട്ടുള്ള വ്യക്തികളാണ്. പല ടെംപ്റ്റേഷൻസും നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. നമ്മളത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശക്തിയൊന്നും ശീല ഹരിദാസ് ഠാക്കൂറിനെ പോലെയില്ല. ശീല ഹരിദാസ് ഠാക്കൂറിൻ്റെ അടുത്ത് മായാദേവി വരെ വന്ന് അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം വീണില്ല. കാര്യം അദ്ദേഹം അത്രയും സ്ട്രോങ് ആയിരുന്നു. നമ്മളങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, ഏതൊരു അട്രാക്ഷൻ ആണെങ്കിലും ഭൗതികമായിട്ടുള്ള, നമ്മൾ ഉടനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ അത് തെറ്റാണെന്നൊരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കോൺടെംപ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറിപ്പോവാൻ നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത് അതാണ്. അജാമിളിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ നിന്ന് പോയില്ല, അദ്ദേഹം അത് കണ്ടു, പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് കയറി, പിന്നെ പ്രശ്നമായി. എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം അദ്ദേഹം എല്ലാവരും ഉപേക്ഷിക്കുന്നു. അച്ഛനും അമ്മയും ഭാര്യയും എല്ലാവരും ഉപേക്ഷിച്ച് അദ്ദേഹം ഈ സ്ത്രീയെ വിവാഹം കഴിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അതിനുശേഷം ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അധപതനം പറയുന്നു. ഇവിടെ മറ്റുള്ളവർ, സാധാരണ മനുഷ്യരെ, സാധാരണ ആളുകളെ പോലും അദ്ദേഹം പറ്റിച്ചും കൊള്ളയടിച്ചും കൊന്നും എന്തൊക്കെ തെറ്റുകൾ അദ്ദേഹം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ആ ഒരു സ്ത്രീയെ പോറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് സ്ത്രീയും പിന്നെ ആ സ്ത്രീയിൽ ജനിച്ച കുട്ടികളെയും പോറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാവിധ മോശമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്തു പോകുന്നു. അദ്ദേഹത്തിന് ഒരു അവസ്ഥ അങ്ങനെയാവുന്നു. അതുകൊണ്ടാണ് നിസ്സഹായാവസ്ഥയിലായിപ്പോയി അദ്ദേഹം. അപ്പോൾ നമുക്കുള്ള പാഠം ഇതാണ്. ഇൻഡിക്കേഷൻ ഭഗവാൻ തരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്
അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. അത് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ, ഇപ്പോൾ അതുപോലെ ആയിരിക്കണം എന്നില്ല. ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ വേറെ അട്രാക്ഷൻസ് വരുവാണെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോവുക, അല്ലെങ്കിൽ അവിടെ നിന്ന് തൽക്കാലം നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റുക, പിന്നെ കൂടുതൽ അതിനെ കോണ്ടംപ്ലേറ്റ് ചെയ്യാതിരിക്കുക. എന്നിട്ട് ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പിരിച്വൽ സുപ്പീരിയർ ആരാണെങ്കിൽ, ശ്രീ ഗുരു ആണെങ്കിൽ, ശിക്ഷാഗുരു, ദീക്ഷാഗുരു ആരാണ് നമുക്ക് ആക്സസബിൾ എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് ഓപ്പണായിട്ട് പറയുക, ഇങ്ങനൊരു കാര്യം സംഭവിച്ചു, അത് എന്നെ വല്ലാതെ എൻ്റെ മനസ്സിലൊരു ഒരു എന്താ പറയുക, ഒരു വിഷം നിറയ്ക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു, പക്ഷേ എനിക്ക് മനസ്സിലായത് തെറ്റാണെന്ന്, എന്നെ സഹായിക്കണം. നമ്മളങ്ങനെ ഉടനെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്പിരിച്വൽ നമ്മുടെ ആധ്യാത്മിക ഗുരുവിനെ, ശിക്ഷാഗുരു, ദീക്ഷാഗുരു അല്ലെങ്കിൽ നമ്മുടെ ഗൈഡിനെ നമ്മൾ കണ്ട് ഉള്ള കാര്യം പറയണം. എന്നാൽ മാത്രം അപ്പോൾ അവർ അതിന് സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും. അവർ നമ്മുടെ ഉള്ളിൽ കുറച്ച് വിഷം ഓൾറെഡി കിടന്നിട്ടുണ്ടാവും, പക്ഷേ അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടുള്ള ആ വിഷത്തെ മാറ്റിക്കളയാൻ സാധിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഡിസ്കസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളും വഴിതെറ്റിപ്പോവും. 100% ഉറപ്പാണ്. കാര്യം അത്രയും വീക്കാണ് നമ്മുടെ മനസ്സ്. നമുക്കൊരു ശക്തിയുമില്ല. എല്ലാവരെയും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വിചാരിക്കുന്നു, ഓഹോ ഇതിപ്പോൾ ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, കുറച്ചൊന്ന് നിയമങ്ങൾ തെറ്റിക്കാം. നമ്മൾ പറയുന്ന 4 നിയമങ്ങളിൽ ഏതെങ്കിലും തെറ്റിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, ഇവിടെ അജാമിളിന് വരുന്നത് അവിഹിത ബന്ധത്തിൻ്റെ കാര്യം, മറ്റുള്ള ഏത് നിയമമാണെങ്കിലും നമ്മൾ തെറ്റിക്കാൻ പോകുന്നത്, അതിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാവുന്നു ഈ 4 നിയമങ്ങൾ ഞാൻ പാലിക്കേണ്ടതായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അപ്പോൾ ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു നിയമങ്ങൾ പാലിക്കാൻ എന്നെ, അല്ലെങ്കിൽ പാലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്നെ വഴിതെറ്റിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഇൻഡിക്കേഷൻ തരുന്നത് ഭഗവാനാണ് ഉള്ളിൽ നിന്ന്. ചൈത്യഗുരു ശ്രദ്ധിക്കണം, ജാഗ്രത, കോഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻഡിക്കേഷൻ തരും. ആ സമയത്ത് നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ ആശ്രയിച്ചേ പറ്റൂ. ശിക്ഷാഗുരു, ദീക്ഷാഗുരു അവരിൽ നിന്ന് നമ്മൾ നിർദ്ദേശമെടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞ്, ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മനസ്സിൽ ഇങ്ങനൊരു സംഭവം വന്നു, ചിന്ത വന്നു, അല്ലെങ്കിൽ അങ്ങനെ കണ്ടു, അല്ലെങ്കിൽ കേട്ടു, എന്താണെങ്കിലും സൊല്യൂഷൻ ചോദിക്കുക, അവരെ ആശ്രയിക്കുക പൂർണ്ണമായിട്ട്. അതേപോലെ ഭഗവാന്റെ തിരുനാമത്തെ ആശ്രയിക്കുക. 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള തോട്ട്സ് വരുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ചിന്തയെ നമ്മൾ മാറ്റാൻ നോക്കുക. നാമത്തിലൂടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉടനെ ചൊല്ലുക, ഉടനെ ചൊല്ലി തുടങ്ങുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ. ഭഗവാനെ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ, എന്നെ ഈ ഒരു ഞാൻ വിടാതെ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിച്ച് ജപിച്ച് നമ്മൾ തൽക്കാലം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്. കാര്യം ഒരുപക്ഷെ ഗുരു അല്ലെങ്കിൽ നമ്മുടെ ഗൈഡൊന്നും ആ സമയത്ത് അടുത്തുണ്ടാവില്ലെങ്കിൽ നമുക്ക് പിന്നീട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ആദ്യം ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അതേപോലെ നാമത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. അതുകൊണ്ട് മുഴുവനാവുന്നില്ല, പോയിൻ്റ് അതാണ്. അതുകൊണ്ട് മുഴുവനാവുന്നില്ല. കാര്യം നമ്മുടെ മനസ്സ് വീണ്ടും വഴിതെറ്റാം. നമ്മൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും വീണ്ടും മനസ്സ് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് താമസിയാതെ തന്നെ നമ്മുടെ ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സമീപിച്ച് കാര്യം പറയുക. നമ്മൾ ഓപ്പണായിട്ട് പറയുമ്പോൾ അവരതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരും. പിന്നെ അവരെന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക 100%. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രക്ഷ നേടാം. ഇതേയുള്ളൂ മാർഗം, അല്ലാതെ മാർഗമില്ല. കാര്യം മനസ്സ് അങ്ങനെയാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മനസ്സിനെ കുറിച്ച്, അല്ലേ? മനസ്സ് ഭഗവാൻ പറയുന്നു അസംശയം മഹാബാഹോ,
അർജുനോട് പറയുന്നു, അർജുനൻ പറയുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കൃഷ്ണൻ പറയുന്നു അസംശയം, ഒരു സംശയമില്ല അർജുന, ശരിയാണ് നീ പറഞ്ഞത്, മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അഭ്യാസേനത്തു കൗന്ദേയ വൈരാഗ്യേന വിദ്യതേ. എന്നാൽ ഭഗവാൻ 2 കാര്യങ്ങൾ പറയുന്നു, അഭ്യാസം വൈരാഗ്യം. അഭ്യാസം വൈരാഗ്യം എന്താണ്? അതായത് ഭക്തിക്ക് അഭ്യാസം എന്താണ്? ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഭ്യസിക്കുക അല്ലെങ്കിൽ ചെയ്യുക. വൈരാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓടിപ്പോവുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. അപ്പോൾ അനുകൂലമായിട്ടുള്ളത് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളത് സ്വീകരിക്കുക, പ്രതികൂലമായിട്ടുള്ളത് മാറ്റിവെക്കുക. അത് സാധനമാവാം, സാഹചര്യമാവാം, ചിന്തകളാവാം, എന്തു വേണമെങ്കിലാവാം പ്രതികൂലം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ മാറ്റിവെക്കുക, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക. അതായത് നാമത്തെ ആശ്രയിക്കുക, ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളതാണ്. നമ്മുടെ ഗുരുവിനെ, ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കുക, സ്പിരിച്വൽ ഗൈഡിനെ സമീപിക്കുക, കാര്യം പറയുക, അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ നമ്മളും വീണു പോകുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കണം. നിയമങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെറ്റിക്കുന്ന രീതിയിൽ ഈ 4 കാര്യങ്ങൾ മാത്രമല്ല, ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഈ കാര്യങ്ങൾ 4 കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. ആ കാര്യം ബ്രേക്ക് ചെയ്താലും പ്രോബ്ലമാണ്. കാര്യം അത് നമ്മൾ ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണ്? പിന്നീട് അത് പതിയെ ഇതിലേക്ക് വരും. സോ വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട്. എളുപ്പമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഈ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഇവിടെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഓരോ പദം യദ്വിപദം, ഓരോ സ്റ്റെപ്പിലും ഡേഞ്ചറാണുള്ളത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇവിടെ സേഫാണ് അല്ലെങ്കിൽ സുഖമായിട്ട് വഴിതെറ്റാതെ. നമ്മൾ ജാഗ്രതയോടെ കൂടി ഇരിക്കണം എപ്പോഴും. എന്തും സംഭവിക്കാം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ മായാശക്തിയെ നമ്മൾ പേടിക്കുക തന്നെ വേണം. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ നാമം ജപിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും ഭക്തി സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് മായയെ പേടിയില്ല എന്ന്. നമ്മൾ മായയെ പേടിക്കണം. കാര്യം ദേവിഹി ഏഷ ഗുണമയി മമ മായ ദുരതയ മാം ഏവയെ പ്രപത്യന്തി മായാമേവാൻ തരന്തി. ഭഗവാൻ പറയുന്നു ദേവി പ്രകൃതി അല്ലെങ്കിൽ എൻ്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തിയെ മറികടക്കാൻ എളുപ്പമല്ല. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷയുള്ളൂ. ഇതെപ്പോഴും ഓർമ്മ വേണം. അതുകൊണ്ട് ഈ ഒരു സ്ഥലം പ്രശ്നമുള്ള സ്ഥലമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ആദ്യം തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ പേടിക്കാതിരിക്കരുത്. ഓക്കെ, ഇത് ഹരകൃഷ്ണ മഹാമന്ത്രവും മറ്റുള്ള സത്സംഗവും ഒക്കെ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകും. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ കെയർലെസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വഴി മാറിപ്പോവാനും സാധ്യത കൂടുതലാണ്. കെയർലെസ് ആവരുത്. എന്തൊക്കെയാണ് സത്സംഗവും നാമജപവും ഒക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യണം. അതാണ് പറയുന്നത്, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ബി ഓൾവേസ് കോഷ്യസ്. അതായത് എവിടെയെങ്കിലും ഒരു നമ്മുടെ ഈ ഭക്തിലതയുടെ ആ ഒരു വളർച്ചയെ തകർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു ചെടി അവിടെ വളരുകയാണെങ്കിൽ നമ്മളതിനെ ഉടനെ കട്ട് ചെയ്യണം. അത് ഈ പറയുന്ന 4 കാര്യങ്ങൾ മാത്രമല്ല, ഇനി വേറെ കാര്യങ്ങളുണ്ട്. പൂജ, ലാഭ, പ്രതിഷ്ഠ, ഇതും ഇതിൻ്റെ വേറെ ഭാഗമാണ്. പൂജ, ലാഭ, പ്രതിഷ്ഠ എന്താണ്? പൂജ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എല്ലാവരും നമ്മളെ ഹോ വലിയ നല്ലൊരു ഭക്തനാണ് എന്ന് പറഞ്ഞ് നമ്മളെ തലയിൽ കയറ്റി വയ്ക്കുന്നു. പിന്നെന്താണ്, നമ്മൾ പല അവരുടെ അപ്രീഷിയേഷൻ പ്രതീക്ഷിക്കുന്നു, കയ്യടി പ്രതീക്ഷിക്കുന്നു, ഫാൻസിനെ പ്രതീക്ഷിക്കുന്നു. ഇതും പ്രശ്നമാണ്. ഇത് വലിയൊരു പ്രോബ്ലമാണ്, ഭക്തിലതയെ തകർക്കുന്ന കാര്യമാണ്. അതേപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ,
ലാഭങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ വേറെ തരത്തിലുള്ള വീടുകളാണ്. വീടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മലയാളത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള എന്ന് പറയും. കള എന്ന് പറയും. പാലക്കാടിൽ അങ്ങനത്തെ ഭാഷയിൽ പറയാറുണ്ട്, എനിക്കറിയില്ല. ഓക്കെ. എനിവേ, നമ്മൾ ഇതിൻ്റെ നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി ചെയ്യുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറെ കുറേ ആവശ്യമില്ലാത്ത ചെടികളും വളരുന്നു. ആ ആവശ്യമില്ലാത്ത ചെടിയെ പോലുള്ളതാണ് ഈ പൂജാലാഭ പ്രതിഷ്ഠയൊക്കെ. നമ്മൾ ഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 4 നിയമങ്ങളും പാലിച്ചിട്ട് മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷെ പ്രോബ്ലം എന്താണ്? ഇതേപോലുള്ള അനാവശ്യമായിട്ടുള്ള ചെടികൾ അവിടെ വളരും. അതും പ്രശ്നമാണ്. സോ നമ്മളെ വഴിതെറ്റിക്കും, നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. ആൾക്കാരുടെ കയ്യടി കിട്ടുമായിരിക്കും, ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും, ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല, ഭഗവാന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगत गुरु शिला प्रभुपाद की जय, समवेत गौर भक्त वृंद की जय, इस्कॉन गुरु वृंद की जय, निताय गौर हरि बोल. थैंक यू. हरे कृष्ण. हरे कृष्ण प्रभु जी, दंडोत प्रणाम. हरे कृष्ण प्रभु, दंडोत प्रणाम.